വൈകല്ലേ എന്റെ മോചന, വൈകല്ലേ എന്റെ മോചന. യേശുവേ നന്ദി, ഹല്ലേലൂയ. ഉപ്പെന്ന് പറഞ്ഞത്, പ്രാർത്ഥനയുടെ ഉപ്പെന്ന് പറഞ്ഞത് എന്താണ്? അതാ കർത്താവ് ഉപ്പിടുന്നത്. അവസാനം എന്താ ഇടുന്നത്? അതിന്റെ രുചി എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്കിലും ഇനി വായിച്ചത് എന്നാൽ എന്റെ ഹിതമല്ല, എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം മാത്രം. അങ്ങയുടെ ഹിതം. ഇതാണ് പ്രാർത്ഥനയുടെ ഉപ്പെന്ന് പറയുന്നത്. ഇത് ഇടാതെ നമ്മൾ പ്രാർത്ഥന വെക്കരുത്, കർത്താവിന്റെ ദിവസത്തിന് വെക്കരുത്. നിങ്ങൾക്ക് എന്തിനും പ്രാർത്ഥിക്കാം, പക്ഷെ ഉപ്പിട്ടേക്കണം. എന്താണ്? എങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. കർത്താവിനെ ഉപ്പിട്ട് പ്രാർത്ഥിക്കാനുള്ള കാരണം, ഈ രുചി പകരാനുള്ള കാരണം എല്ലാത്തിൻ്റെയും കൂടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ പ്രാർത്ഥനയുടെ വിധിയെക്കുറിച്ച് കർത്താവിന് ഏറെക്കുറെ ഒരു ഐഡിയ, പരിശുദ്ധാത്മാവ് ഒരു ആലോചന കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഈ പ്രാർത്ഥന മിക്കവാറും കേൾക്കാനുള്ള ഈ പാനപാത്രം എടുത്തു മാറുന്നതല്ലേ പ്രാർത്ഥിക്കണത്. അപ്പോൾ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ കൂടെ ഉണ്ടല്ലോ. പരിശുദ്ധാത്മാവ് പറഞ്ഞ് പറയാൻ നിനക്ക്, എന്നിട്ട് ഈ മനുഷ്യാവസ്ഥയിൽ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത് പറയണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ തിരുമനസ്സിൽ നീ കീഴ്പ്പെടുന്നു എന്നുള്ള ദൈവത്തെ ധരിപ്പിക്കാൻ വേണ്ടിയാണ് നിന്നെക്കൊണ്ട് യാചനാ പ്രാർത്ഥന നടത്തിക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? അത് ഇതിൻ്റെ കുറച്ച് ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ ഇത് നടക്കാത്തൊരു കാര്യമാണ്. എന്നിട്ട് പിന്നെ നടക്കാത്ത കാര്യം എന്തിനാണ് പ്രാർത്ഥിക്കാൻ പോണത്? നടക്കാത്ത കാര്യം പ്രാർത്ഥിക്കാൻ കാരണം, ദൈവത്തിൻ്റെ കാര്യമാണ് ഇതിനെതിരെ ഉത്തരവാദിത്തം നടക്കണമെന്നുണ്ടെങ്കിൽ അതിനോട് എനിക്ക് ഒരു ആത്മൈക്യം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയാണ്. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. ആ കണ്ടന്റ് വയസ്സിൻ്റെ ചേർക്കുകയാണ് സംഭവം. ആ യാചന പ്രാർത്ഥന നടക്കത്തില്ലെന്നുള്ള കർത്താവിന് വൃത്തിയായിട്ട് അറിയാം. എന്താണ് ചോദിക്കാൻ പാടില്ലാത്തൊരു കാര്യം എന്താണ് ചോദിച്ചിരിക്കുന്നത്? കർത്താവ് എന്താ ചോദിച്ചിരിക്കണത്? 14:32 എന്താ പറയണത്? എന്താ ചോദിച്ചത്? കർത്താവ് എന്താ ചോദിച്ചത്? ശ്രദ്ധിക്കണേ മക്കളെ, വളരെ സീരിയസ് ആയിട്ടൊരു പഠനം പോവുകയാണ്. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന്, അവന്റെ അല്പദൂരം മുന്നോട്ട് ചെന്ന് നിലത്തു വീണ് സാധ്യമെങ്കിൽ ആ മണിക്കൂർ തന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ഈ മണിക്കൂർ തന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു അല്ലേ? ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അറിയാം ഈ പ്രാർത്ഥന നടക്കത്തില്ലെന്ന്. രണ്ട് കാര്യം കൊണ്ട് അറിയാം. എന്തൊക്കെയാണ് അറിയണത്? ഈ പ്രാർത്ഥന നടക്കത്തില്ലെന്ന്. എന്നിട്ട് ഈശോ പ്രാർത്ഥിക്കുകയാണ്. നടക്കാത്ത ഒരു കാര്യമാണ്, എങ്കിലും അത് പ്രാർത്ഥനയാക്കി വെച്ചേക്കാണ്. ഇതിൻ്റെ അകത്ത് വരുന്ന രണ്ട് കണ്ടന്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നടക്കത്തില്ലെന്ന് അറിഞ്ഞിട്ട് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ പിന്നെ എന്തിനാണ് വീണ്ടും പ്രാർത്ഥിക്കണത്? നടക്കത്തില്ലെന്ന് അറിയണത് എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവ് കൂടെ ഉള്ളത് കൊണ്ട് പരിശുദ്ധം അറിയിക്കുകയാണ്. പിന്നെ എന്താണ്? ഈ മണിക്കൂറിന് വേണ്ടിയാണല്ലോ ഞാൻ ഈ ഇതിലേക്ക് വന്നതെന്ന് ഈശോ തന്നെ പറയുന്നുണ്ട്. അപ്പം തന്നെ ഈ പ്രാർത്ഥന പൊട്ടത്തില്ലേ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാത്തിനും മേലെ യേശു വരയവനാ. എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധന. എല്ലാ നാമങ്ങൾക്കും
നല്ല പാട്ടാണ്, ഒരുമിച്ച് പാടുക, ആവർത്തിച്ച് പാടുക. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ കൈയടിച്ചോണ്ട് ആകാശം സൃഷ്ടിച്ച ദൈവം എന്നെ നടത്തിയിടുമേ, ഈ ഭൂമി സൃഷ്ടിച്ച ദൈവം എന്നെ ഉയർത്തിയിടുമേ. ആകാശം സൃഷ്ടിച്ച ദൈവം എന്നെ നടത്തിയിടുമേ, ഈ ഭൂമി സൃഷ്ടിച്ച ദൈവം എന്നെ ഉയർത്തിയിടുമേ. ആകാശമോ തന്റെ സിംഹാസനം, ഈ ഭൂമിയോ തന്റെ പാദപീഠം. ആകാശമോ തന്റെ സിംഹാസനം, ഈ ഭൂമിയോ തന്റെ പാദപീഠം. ആ ദൈവമത്ര ഉന്നതനാണേ, യേശു എത്ര വലിയവനാണേ. ആ ദൈവമത്ര ഉന്നതനാണേ, യേശു എത്ര വലിയവനാണേ. എല്ലാത്തിനും മേലെ യേശു വലിയവനാ, എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധ്യനാ. എല്ലാത്തിനും മേലെ യേശു വലിയവനാ, എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധ്യനാ. എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധ്യനാ, എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധ്യനാ. ഹല്ലേലൂയ 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 പരിശുദ്ധാമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരുസന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് പരിശുദ്ധാമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ശീതൽ, ഇതെൻ്റെ ഹസ്ബൻഡ് സിഗിൽ, ഞങ്ങളുടെ മകൾ ഈവ് മിറിയം, എൻ്റെ അമ്മ സോണിയ. ഞങ്ങൾ കാനഡയിൽ നിന്നാണ് സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. ഞാൻ കാനഡയിൽ പോകുമ്പോൾ 5 മാസം പ്രഗ്നൻ്റ് ആയിട്ടാണ് പോയത്. അപ്പോൾ പോകുമ്പോൾ എനിക്ക് സ്റ്റുഡൻറ്റ് വിസയിലാണ് ഞാൻ പോയത്. പ്രഗ്നൻ്റ് ആയിരിക്കെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തത് കാരണം ഹസ്ബൻഡിന് ഒരു നല്ല ജോലി കിട്ടണം എന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ നിയോഗമായിട്ട് ഞാൻ വെച്ചിരുന്നത് ഉടമ്പടിയിൽ. അങ്ങനെ കാനഡയിൽ ചെന്ന് ഒരു മാളിൽ ഞങ്ങൾ ഫോൺ എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഒരു മലയാളി ചേട്ടൻ ഞങ്ങളെ വന്ന് പരിചയപ്പെടുകയും ആ ചേട്ടൻ ജോൺസൺ എന്ന് പറയുന്ന ഒരു ചേട്ടൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ റെസ്യൂമ വാങ്ങിക്കുകയും അവിടെ നിന്ന് പുള്ളി വേറെ ഒരു മലയാളി ചേട്ടൻ ടാലിസൺ എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ ഹെൽപ്പോടുകൂടെ എൻ്റെ ഹസ്ബൻഡിന് വളരെ നല്ലൊരു ജോലി ലഭിക്കുകയും ചെയ്തു. കാരണം ഈ ഒരു ജോലി എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഞാനിവിടെ നിന്ന് പോയപ്പോൾ ആദ്യത്തെ ഇയറിലെ ഫീസ് മാത്രമായിരുന്നു അടച്ചിരുന്നത്. രണ്ടാമത്തെ ഫീസ് അവിടെ പൊതുവെ എല്ലാ സ്റ്റുഡൻസും വർക്ക് ചെയ്തിട്ടാണ് രണ്ടാമത്തെ ഇയറിലെ ഫീസ് അടക്കുന്നത്. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കും, എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ രണ്ടുപേരും വർക്ക് ചെയ്താൽ മാത്രമേ ഫീസ് അടക്കാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ഹസ്ബൻഡ് വർക്ക് ചെയ്ത് എനിക്ക് എൻ്റെ സെക്കൻഡ് ഇയർ ഫീസ് അടക്കാനായിട്ട് സാധിച്ചു. രണ്ടാമത്തെ എൻ്റെ നിയോഗമായിട്ട് ഞാൻ വെച്ചിരുന്നത്, ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞിനെ നോക്കാനും എനിക്കൊരു ഹെൽപ്പായിട്ടും ഞങ്ങളുടെ പാരൻസ് അങ്ങോട്ട് വരണമായിരുന്നു. അപ്പോൾ എൻ്റെ പാരൻസിനും ഹസ്ബൻഡിൻ്റെ പാരൻസിനും വേണ്ടിയിട്ട് വിസയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മയുടെ കൃപയോടുകൂടെ എൻ്റെ അമ്മയുടെ വിസ അപ്രൂവൽ ആവുകയും
അമ്മയ്ക്ക് ജനുവരി 12-ാം തീയതി കാനഡയിൽ എത്താനായിട്ട് സാധിക്കുകയും ചെയ്തു. ജനുവരി 13-ാം തീയതി എനിക്ക് എൻ്റെ മോളെ ഡെലിവറി ചെയ്യാനും അമ്മയ്ക്ക് എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും ശുശ്രൂഷകളെല്ലാം ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്തു. മൂന്നാമത്തെ എൻ്റെ ഏറ്റവും വലിയ നിയോഗം എന്ന് പറയുന്നത് എനിക്ക് ഒരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കിട്ടുക എന്നുള്ളതായിരുന്നു. കാരണം എനിക്ക് ആദ്യം ഒരു മിസ്കാരേജ് ഉണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് പ്രഗ്നൻസി എന്ന് പറയുന്നത് എനിക്ക് ചെറിയൊരു ട്രൗമയായിരുന്നു. ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും എനിക്ക് വളരെ പേടിയായിരുന്നു. കാരണം എൻ്റെ ആദ്യത്തെ സ്കാനിങ്ങിൽ എൻ്റെ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ പ്രഗ്നൻസി ആയപ്പോൾ തൊട്ട് എനിക്ക് വളരെ ടെൻഷനായിരുന്നു. അതുകൂടാതെ ഞാൻ കാനഡയിൽ കൂടെ പോകുമ്പോൾ ആരുടെയും ഹെൽപ്പ് ഇല്ലാത്തതും എല്ലാം ഒരു സ്ട്രെസ്ഫുള്ളായിരുന്നു. ആ സാഹചര്യങ്ങളിലെല്ലാം ഞാൻ ഉടമ്പടി കാശുരൂപം എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എപ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. കുഞ്ഞിൻ്റെ അനക്കം കുറയുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഉടമ്പടി തൈലം എൻ്റെ വയറിൽ പൂശി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് ഞാൻ 5-ാം മാസം തുടങ്ങുമ്പോഴാണ് പോയത്. അപ്പോൾ ഇവിടെ അനോമലി സ്കാനിങ് ഒക്കെ ചെയ്ത് ഒരു കുഴപ്പമില്ലായിരുന്നു. എന്നിട്ട് കാനഡയിൽ ചെന്ന് ഞാൻ വീണ്ടും അനോമലി സ്കാനിങ് ചെയ്തു. അവിടെ വെച്ചിട്ട് ആ നേഴ്സ് പറഞ്ഞു ഇതൊരു പെൺകുഞ്ഞാണെന്ന് പറയുകയും അമ്മ മാതാവ് എനിക്കൊരു പെൺകുഞ്ഞിനെയാണ് തന്നേക്കുന്നതെന്നറിയുക. അത് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ന്യൂസായിരുന്നു. ആ സമയത്ത് ആ നേഴ്സ് പറയുകയും ചെയ്തായിരുന്നു ഇവള് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു കുഞ്ഞാണ് എന്ന് പറഞ്ഞ് വയറിൽ സ്കാനിങ് ചെയ്യുമ്പോൾ ഒക്കെ അവർ പറഞ്ഞിരുന്നു. അങ്ങനെ 9-ാം മാസത്തെ അവിടെ ലിമിറ്റഡ് നമ്പർ ഓഫ് സ്കാനിങ്സേ ഉള്ളൂ. അപ്പോൾ 5-ാം മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 9-ാം മാസത്തിലെ സ്കാനിങ് ഉള്ളൂ. 9-ാം മാസത്തിലെ സ്കാനിങ്ങിൽ അമ്മ വന്നതിന് ശേഷം ഞാൻ സ്കാനിങ്ങിന് പോകുമ്പോഴത്തേനുമാണ് അറിഞ്ഞത് എനിക്ക് ആംനിയോട്ടിക് ഫ്ലൂയിഡ് വളരെ കുറവാണെന്നും എൻ്റെ കുഞ്ഞ് ഡീഹൈഡ്രേറ്റഡ് ആണ്, വെയിറ്റ് വളരെ കുറവാണ്, ഒരു സ്മോൾ ബേബിയാണെന്ന് അവർ പറയുകയും ചെയ്തു. അവർ എമർജൻസി ആയിട്ട് ഇൻഡ്യൂസ് ചെയ്യുകയും ഒരു 10 അവർ എനിക്ക് ലേബർ പെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഡയലേറ്റഡ് ആവുന്നില്ല, ജസ്റ്റ് 2 സെൻറ്റിമീറ്റർ മാത്രമേ ഡയലേറ്റഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഈ പെയിൻ വരുന്തോറും എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് വളരെയധികം കുറയുന്നു. പക്ഷെ ഇവരൊന്നും പറയുന്നില്ല. ആദ്യം ഇനീഷ്യലി ഒന്നും പറഞ്ഞില്ല സി സെക്ഷൻ ചെയ്യണം. പിന്നെ വളരെയധികം ഹാർട്ട് ബീറ്റ് ഡ്രോപ്പ് ആയപ്പോഴത്തേനും അവർ തന്നെ പറഞ്ഞു നമുക്ക് എമർജൻസി സി സെക്ഷൻ വേണം. അപ്പോഴും എനിക്ക് പക്ഷേ ആ സാഹചര്യത്തിൽ എനിക്ക് എന്തോ ടെൻഷൻ വന്നില്ല. അമ്മ എൻ്റെ അടുത്ത് എൻ്റെ കയ്യിൽ അപ്പോൾ കാശുരൂപം ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലുന്നുണ്ട്. പക്ഷെ എനിക്കറിയത്തില്ല എനിക്ക് അമ്മ ഈ കുഞ്ഞിനെ തരുന്നുള്ളത് കൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും ഹാർട്ട് ബീറ്റ് ഡ്രോപ്പായി എമർജൻസി സി സെക്ഷന് പോയെങ്കിലും ഭയങ്കര ടെൻഷനൊന്നും ഇല്ലാതെ പോയി. പക്ഷേ കുഞ്ഞിനെ പുറത്തെടുത്ത് കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഞങ്ങൾ കാണുന്നത് വളരെ ഒരു പ്രായമായ വ്യക്തികളുടെ പോലത്തെ സ്കിന്നായിരുന്നു. വളരെ ഡീഹൈഡ്രേറ്റഡ് ആയി ചുക്കി ചുളുങ്ങിയ ഒരു ബേബി ആയിട്ടാണ് കിട്ടിയത്. അവിടെ എന്ന് പറയുന്നത് അധികം പ്രശ്നങ്ങളില്ലാത്ത ബേബിനെയാണ് ഇന്ന് രാവിലെ ഡെലിവറി നടന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഡിസ്ചാർജ് ചെയ്യും. അതേപോലെ തന്നെ കുഞ്ഞിനെ ഇത്രയും ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ളൊരു ബേബി ആയിരുന്നെങ്കിൽ പോലും ഇവള് വളരെ ആക്റ്റീവായിട്ടുള്ളൊരു കുഞ്ഞായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾ കറക്റ്റ്, വൈറ്റൽസ് എല്ലാം കറക്റ്റ് ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം തന്നെ കുഞ്ഞിനെ ഡിസ്ചാർജ് വരെ ചെയ്യുകയും ചെയ്ത് വളരെ ആക്റ്റീവായിട്ടുള്ള അമ്മേനെ വളരെയധികം സ്നേഹിക്കുന്ന, ഞാനിടയ്ക്ക് എനിക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ സങ്കടപ്പെടുമ്പോൾ എൻ്റെ കുഞ്ഞ് പോയി മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കും. അമ്മയുടെ പാട്ടുകൾ പാടുന്ന ഒരു നല്ലൊരു സ്മാർട്ടായിട്ടുള്ളൊരു കുഞ്ഞിനെ തന്നെ തന്ന് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. 4-ാമത്തെ എൻ്റെ നിയോഗം എന്ന് പറയുന്നത് എനിക്ക് വളരെ നല്ല മാർക്കോടുകൂടെ പാസ്സാവണം എന്നായിരുന്നു, ഗ്രാജുവേറ്റ് ആവണം. അങ്ങനെ ഈ ഒരു കുറേ ക്രൈസിസ് ഉണ്ടായിരുന്നു. പ്രഗ്നൻസി, അതിൻ്റെ ഇടയിൽ ജോലി കണ്ടുപിടിക്കുക, ഫീസ് അടക്കുക എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നല്ല മാർക്കോടുകൂടെ 2 സ്കോളർഷിപ്പോടുകൂടെ എനിക്ക് എൻ്റെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റി. 4-ാമത്തെ ഇത്രയുമായിരുന്നു എൻ്റെ മെയിൻ. ഞാൻ 2022 എടുത്ത ഉടമ്പടിയിലെ നിയോഗങ്ങളായിട്ട് ഞാൻ മെയിൻലി വെച്ചത്. അതിനുശേഷം ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഓരോ ഘട്ടങ്ങളിലും ഞാൻ ചെയ്തിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിന് വെക്കുകയും എൻ്റെ ഹസ്ബൻഡ് സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റിന് വീണ്ടും വെക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിൽ നിന്ന് എനിക്ക് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എൻ്റെ എംപ്ലോയ്മെൻറ്റ് ലെറ്ററിൽ തന്നില്ല. അതിൻ്റെ കാരണം കൊണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസ റിജക്റ്റ് ആവുകയും
മെയിൻലി എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇൻകം ആയിരുന്നു ഞങ്ങളുടെ ആക്റ്റീവ് സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഞാൻ പാർട്ട് ടൈം ആയിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നത്. എനിക്ക് വളരെ ലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് അവേഴ്സും ബേസിക് പേയുമായിരുന്നു കിട്ടുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമായിരുന്നു. അപ്പോൾ പുള്ളിയുടെ വിസ റിജക്റ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വളരെയധികം തകർന്നു. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ രണ്ടുപേരുടെ ഫാമിലി മൊത്തത്തിൽ തകർന്നു. ഇനി എന്ത് ചെയ്യും, ഇനി എങ്ങനെ ജീവിക്കും നാളെ? കാരണം ഓരോ പേ ചെക്കിലായിരുന്നു ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനിയൊരു പേ ചെക്ക് വരാനില്ല. ഇനി ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഇരിക്കുന്ന സാഹചര്യം, ഇനി തിരിച്ചു വരേണ്ടി വരുമോ, എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ അമ്മ മാതാവിൻ്റെ കൃപയാൽ ഞങ്ങൾ ടാലിസൺ എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ വീട്ടിൽ പോവുകയും ആ ചേട്ടൻ എന്നെ റെഫർ ചെയ്ത് എൻ്റെ ഹസ്ബൻഡിന് നഷ്ടമായ ആ പൊസിഷനിൽ തന്നെ ആ കമ്പനിയിൽ തന്നെ എനിക്ക് 3 വീക്കിനുള്ളിൽ എനിക്ക് ജോലിക്ക് കയറാനായിട്ട് സാധിച്ചു. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലോണും അതേപോലെ റെൻറ്റും ഈവൻ കുറച്ച് പൈസ ഞങ്ങൾക്ക് നാട്ടിലേക്ക് വരെ അയക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അങ്ങനെ ഹസ്ബൻഡ് ഈ റെഫ്യൂസലായിരിക്കുന്ന സാഹചര്യത്തിൽ 3 മാസം വീട്ടിലിരിക്കേണ്ട അവസ്ഥ വന്നു. ആ സമയത്ത് എൻ്റെ അപ്പ കാനഡയിലുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനും എൻ്റെ അപ്പയും അതേപോലെ ഞങ്ങളുടെ രണ്ടുപേരുടെ പാരൻസും എല്ലാവരും ഹസ്ബൻഡിനെ എൻകറേജ് ചെയ്തിട്ട് പറഞ്ഞു, അവിടുത്തെ എൻജിനീയറിങ്ങിനെ എക്സാം ചലഞ്ച് ചെയ്യാനായിട്ട് പറഞ്ഞു, വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട. അപ്പോൾ അവസാനത്തെ 1 മാസ കാലയളവിൽ എൻ്റെ ഹസ്ബൻഡ് FE എന്ന് പറയുന്ന എക്സാം ചലഞ്ച് ചെയ്തു. അത് വളരെ ഹാർഡായിട്ടുള്ള എക്സാമാണ്. ഒരു 60% ആളുകൾ എഴുതുന്നവർ മാത്രമേ പാസ്സാവത്തുള്ളൂ. അപ്പോൾ ആ എക്സാം ഹസ്ബൻഡ് ചലഞ്ച് ചെയ്ത് ആ എക്സാം പാസ്സാവുകയും എക്സാമിന് പോകുന്ന സാഹചര്യത്തിൽ ഹസ്ബൻഡ് ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ചിരുന്നു. അതേപോലെ തന്നെ കാശുരൂപം കൊണ്ടുപോയി. ഹസ്ബൻഡ് എക്സാം എഴുതുന്ന സമയത്ത് അതൊരു ചൊവ്വാഴ്ചയായിരുന്നു. അപ്പം ഞാൻ പുറത്ത് നിന്ന് ഉടമ്പടി ധ്യാനം കൂടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ആ എക്സാം പാസ്സാവുകയും ചെയ്തു. പിന്നെ എനിക്ക് ഒരു കാർ ആക്സിഡൻ്റ് ഉണ്ടായി. ഞാൻ രാവിലെ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിയിട്ടാണ് ഞാൻ ജോലിക്ക് പോവാറ്. അന്നത്തെ ദിവസം എപ്പോഴും എൻ്റെ കയ്യിൽ കാശുരൂപവും കാണാറുണ്ട്. അന്നത്തെ ദിവസം എന്തോ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഡോർ അടക്കാൻ നേരം എനിക്ക് മാതാവിനെ കാണാനായിട്ട് പറ്റും. ഞങ്ങളുടെ രൂപങ്ങൾ വെച്ചേക്കുന്ന ഞാൻ അങ്ങോട്ട് നോക്കി, എന്തോ മാതാവായിട്ടായിരിക്കും എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് തോന്നിപ്പിച്ചു. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ കാത്തോളണേ, എൻ്റെ കൂടെ വന്നേക്കണം കേട്ടോ, ഞാൻ ഡ്രൈവ് ചെയ്തിട്ടാണ് അപ്പോൾ പോകുന്നത്. ഇവർ രണ്ടുപേരും കിടന്നുറങ്ങുക വീട്ടിൽ. അപ്പോൾ ഞാൻ മാതാവിനോട് അങ്ങനെ പറഞ്ഞിട്ടാ, ഒരിക്കലും അങ്ങനെ ഞാനങ്ങനെ പറയാറില്ല. ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്ന വഴിക്ക് വണ്ടിയിലാണേലും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഇട്ടേ പോകത്തുള്ളൂ. അതേപോലെ കിട്ടുന്ന സാഹചര്യങ്ങളിലെല്ലാം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലും. അങ്ങനെ ഞാൻ പോയി. ഒരു വലിയൊരു ഇൻ്റർസെക്ഷൻ ആയിരുന്നു. ഞാൻ യെല്ലോ ലൈറ്റ് വന്നപ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്ത് എൻ്റെ ബാക്കിൽ വന്ന ഒരു ട്രക്കാണ് വന്നിടിച്ചത്. കാറ് ടോട്ടൽ ലോസ് വരെ ആയി പോകുന്ന സാഹചര്യത്തിൽ മാതാവ് എനിക്ക് ഒരാപത്തും കൂടാതെ ഒരു തരി ചോര പോലും വരാത്ത രീതിയിൽ അമ്മ മാതാവ് എന്നെ പരിപാലിച്ചു. പിന്നെ ഞാൻ സെൽപിപ്പ് IELTS പോലത്തെ ഒരു ഇംഗ്ലീഷ് പ്രൊഫഷൻസി എക്സാമാണ്. അതിന് പോയ സാഹചര്യത്തിൽ അതിന് തൊട്ട് മുന്നേ ഒരു 2 ആഴ്ച മുന്നേ ആണെന്ന് തോന്നണം, ഞാനൊരു സാക്ഷ്യം കേട്ടു. ഒരു കുട്ടി ഇവിടെ വന്നു പറഞ്ഞു, ആ കുട്ടി എക്സാം എഴുതാൻ വേണ്ടി പോകുമ്പോഴത്തേനും ഒരു 7 എന്ന് പറഞ്ഞ ഡിജിറ്റ് ആ റൂമിൽ എവിടെയെങ്കിലും കാണണം. അതേപോലെ തന്നെ ഗ്രേയോ ബ്ലൂവോ ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ കളറ് കാണണം എന്ന് പറഞ്ഞു. അപ്പം ഞാനും മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കും മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ എന്നെ കാണിച്ചു തരണം എന്ന് പറഞ്ഞ് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കും 7 എന്ന് പറഞ്ഞൊരു നമ്പർ എവിടെയെങ്കിലും കാണണം. അതേപോലെ തന്നെ എനിക്കൊരു ബ്ലൂവോ ഗ്രീനോ അങ്ങനത്തെ ഒരു ഷെയ്ഡിൽ ആരെങ്കിലും അവിടെ ഇൻവിജിലേറ്റേഴ്സായിട്ട് വേണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഞാൻ കയറി ചെല്ലുമ്പോഴത്തേനും ഒരു ബ്ലൂവും ഗ്രീനും
ഇട്ടിട്ടുള്ള 2 ഇൻവിജിലേറ്റേഴ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിലൂടെ എനിക്ക് അമ്മയുടെ പ്രസൻസ് അവിടെ കാണാനായിട്ട് പറ്റി. അതേപോലെ തന്നെ എക്സാമിന് പോയപ്പോൾ അവിടെ ഒന്നും കയറ്റത്തില്ല, എല്ലാം ചെക്ക് ചെയ്യും. പക്ഷേ ഞാൻ ഉടമ്പടി കാശി രൂപം എൻ്റെ മാലയിൽ കോർത്തിട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പ് എൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിൽ ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തൈലം എൻ്റെ നെറ്റിയിൽ ഞാൻ പൂശിയിട്ടാണ് പോയത്, നല്ല രീതിയിൽ കയറുന്നതിന് മുന്നേ. അപ്പം ഞാൻ ആ തൈലം എടുത്തിട്ട് ഡെസ്ക്ടോപ്പിൻ്റെ മേളിൽ പൂശുകയും കുരിശ് പൂശുകയും ഉപ്പ് കീബോർഡിൻ്റെ ചുറ്റും വിതറി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ ആ ഡെസ്ക്ടോപ്പിൽ 7 എന്ന് പറഞ്ഞ നമ്പറിലായിരുന്നു ഞാനിരുന്നത്. അങ്ങനെ മാതാവിൻ്റെ പ്രസൻസ് എനിക്ക് അതിലൂടെ അനുഭവപ്പെടുകയും എനിക്ക് ആ എക്സാമിന് വളരെ നല്ല, ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത മാർക്കോടുകൂടെ എനിക്ക് പാസ്സാവാനായിട്ട് സാധിക്കുകയും ചെയ്തു. പിന്നെ എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയണം എന്നുള്ളത് എൻ്റെ വളരെ ഒരു ആഗ്രഹമായിരുന്നു. അതും എൻ്റെ മോളെയും കൊണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയണം എന്നുള്ളത് എൻ്റെ വളരെ ഒരു ആഗ്രഹമായിരുന്നു, എൻ്റെ പ്രാർത്ഥനയായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരാൻ, അത് എസ്പെഷ്യലി ഈ സമയത്ത് വരാൻ എന്ന് പറയുന്നത് ഡിസംബറിൽ വരിക ഭയങ്കര എക്സ്പെൻസീവാണ്. അത്രയും ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റിലല്ലായിരുന്നു ഞങ്ങൾ. പക്ഷേ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അമ്മ മാതാവ് എന്നെ ഈ തിരുസന്നിധിയിൽ എത്തിപ്പിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ, ഇതിൽ കൂടുതൽ അനുഭവങ്ങൾ ചെറുതും വലുതുമായിട്ട് എനിക്ക് അമ്മ മാതാവ് ഒത്തിരി നൽകിയിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ഡെയിലി ബ്രെഡും അതേപോലെ സാക്ഷ്യങ്ങളും ധ്യാനവും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഞങ്ങളുടെ പാരൻസ് ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് കാനഡയിലേക്ക് വരാറുണ്ട്. അപ്പോൾ അവരൊക്കെ വരുമ്പോഴത്തേനും ഇവിടുന്ന് കൃപാസനം പത്രം കൊണ്ടുവരാറുണ്ട്. അത് ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. മലയാളി കമ്മ്യൂണിറ്റിയുടെ ഇടയിലും ഇംഗ്ലീഷ് പത്രമൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. പിന്നെ കൂടെയുള്ള മലയാളികളുടെ അടുത്ത് ഞാനെപ്പോഴും കൃപാസന മാതാവിനെ പറ്റിയിട്ട് പറയാറുണ്ട്. ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളെ പറ്റിയിട്ട് ഞാൻ പറയാറുണ്ട്. കാരുണ്യ പ്രവൃത്തികളായിട്ട് അവിടെ ഞങ്ങൾ വളരെ ക്രൈസിസിലൂടെയൊക്കെയാണ് പോകുന്നത്. എന്നാൽ പോലും ഞങ്ങളാൽ കഴിയാവുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്യാറുണ്ട്. ഞങ്ങളുടെ രീതിക്ക് ഞങ്ങൾക്കുള്ള പൈസയിൽ നിന്ന് ഞങ്ങൾ ചെറിയൊരു അംശമെങ്കിലും ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന രോഗികളായിട്ടുള്ളവർക്കും ഒക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇത്രയേറെ അനുഗ്രഹം നൽകിയ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച ദൈവത്തിനും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് സിജു എന്നാണ്. ഇതെൻ്റെ ഭാര്യ മേരി റാൻസം. ഞങ്ങൾ ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് ഉടമ്പടി എടുക്കുവാനായി വരുന്നത് 2025 മെയ് മാസം 8-ാം തീയതിയാണ്. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനുള്ള സാഹചര്യം, ഞങ്ങളുടെ വീട് പണി 2.5 വർഷമായിട്ട് മുടങ്ങിക്കിടക്കുകയായിരുന്നു. അത് പൂർത്തിയാക്കാനുമായിട്ട് യാതൊരു മാർഗവുമില്ലായിരുന്ന സമയത്ത് ഞാനും എൻ്റെ ഭാര്യയും കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്നും അതിലൂടെ നിയോഗമായിട്ട് ഈ കാര്യങ്ങളെല്ലാം എഴുതാമെന്നും വിചാരിച്ചിട്ടാണ് ഞാനിവിടെ വരുന്നത്. അതിൻ്റെ ഫലമായി ഞങ്ങൾ ഉടമ്പടി ജീവിതം ആരംഭിക്കുന്ന കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഞങ്ങളുടെ തടസ്സങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് മാറുവാനും അതിൻ്റെ ഫലമായിട്ട് എനിക്ക് 7 മാസവും 7 ദിവസവും കൊണ്ട് എൻ്റെ വീട് പണി പൂർത്തീകരിച്ച് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അതേ ദിവസം തന്നെ, അതായത് 7-ാം തീയതി തന്നെ, എനിക്ക് ഡിസംബർ 7-ാം തീയതി തന്നെ എനിക്ക് വീട്ടിലേക്ക് കയറി താമസിക്കാനുള്ള അനുഗ്രഹം മാതാവും ദൈവവുമായിട്ട് എനിക്ക് തന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീടിന് ദൈവകൃപ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. മാതാവിൻ്റെ വാഗ്ദാന പേടകവും മാതാവ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഒരു രൂപവുമാണ് ഞാൻ എൻ്റെ വീടിൻ്റെ കവാടത്തിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നത്. അത് എനിക്ക് വളരെ അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നിയത്. മാതാവിൻ്റെ ഒരു സുഗന്ധലേപനം പോലത്തെ ആ ഒരു മുല്ലപ്പൂവിൻ്റെ ആ മണം എനിക്ക് ഉടമ്പടി എടുത്ത് 6-7 ദിവസത്തിനുള്ളിൽ എനിക്ക് അനുഭവപ്പെട്ടു. എനിക്കതെന്താണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഭാര്യയോട് ചോദിച്ചപ്പോൾ അവർക്കറിയില്ല, പക്ഷെ എനിക്കത് നന്നായിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ മുടക്കിയിട്ടില്ല. എല്ലാ ദിവസവും രാവിലെയും രാത്രിയും ഞാൻ ഉടമ്പടിയിലൂടെ തന്നെയാണ് പോകുന്നത്. എല്ലാ ദിവസവും ബൈബിളും കൂടി വായിച്ചിട്ടാണ് കിടക്കാറുള്ളത്. എൻ്റെ എല്ലാ കാര്യങ്ങളും, ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ 5-6 കാര്യങ്ങൾ ഞാൻ എഴുതി. അതിൽ 5 കാര്യങ്ങളും
പൂർണ്ണമായിട്ടും മാതാവ് എനിക്ക് സാധിച്ചു തന്നു. അത് വിതിൻ 7 മാസം കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് പൂർത്തീകരിച്ച് കിട്ടി. എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസപരമായ കാര്യമാണെങ്കിലും ജോലി കാര്യമാണെങ്കിലും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എനിക്ക് നടന്നു കിട്ടി. അതിന് 1000 നന്ദിയാണ് ദൈവകുമാരനും മാതാവിനുമായിട്ട്. പിന്നെ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും വർഷങ്ങളായിട്ട് 1.5 കൊല്ലമായിട്ട് എൻ്റെ കാലുവേദന എൻ്റെ കാല് ഒടിഞ്ഞു പോയതാണ്. അപ്പോൾ എനിക്ക് സ്വാധീനക്കുറവുണ്ട്. അപ്പോൾ അതുകൂടാതെ എൻ്റെ കാലിന് ഭയങ്കര വേദനയുള്ളതായിരുന്നു. എൻ്റെ ഭാര്യയ്ക്കും അതുപോലെ തന്നെ ഒരു വീഴ്ചയിലൂടെ എൻ്റെ ഭാര്യയ്ക്കും കാലുവേദന ഒരുപാടുണ്ടായിരുന്നു. അതിൻ്റെ ഉടമ്പടി തൈലം പുരട്ടിയതോടെ എൻ്റെ കാലുവേദനയും ഭാര്യയുടെ കാലുവേദനയും ഇപ്പോൾ ഈ 6 മാസമായിട്ട് അതില്ല, പൂർണ്ണമായിട്ടില്ല. അതെങ്ങനെ മാറിയെന്ന് എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് സാധിച്ചിരിക്കുന്നത്. വെച്ചാൽ ഹോമിയോ മരുന്നാണെങ്കിലും ആയുർവേദമാണെങ്കിലും ഞങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തതാണ്. പക്ഷേ ഇതിലൂടെ മാതാവാണ് എനിക്കത് മാറ്റി തന്നിരിക്കുന്നത്. അതിന് 1000 നന്ദി. പിന്നെ വീട് പണി ഒരു വിധത്തിലും പൂർത്തിയാകില്ല എന്ന് വിചാരിച്ചിരുന്നതാണ്. അതുകൂടി കടബാധ്യത ഉണ്ടെങ്കിൽ പോലും അത് എൻ്റെ മാതാവും എനിക്ക് മാറ്റിത്തരും ഉറപ്പായിട്ടും. ഞാനിപ്പോൾ പഴയൊരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ആ വീട് വിൽക്കാനുള്ളൊരു ഇതും കൂടി എനിക്ക് കിട്ടും. അത് കിട്ടിയാൽ എൻ്റെ കടബാധ്യത കുറച്ചെങ്കിലും മാറും എന്നുള്ള രീതിയിലാണ്. എന്നാലും എനിക്ക് ഒരു മാർഗ്ഗമില്ലായിരുന്നത് ആ സമയത്ത് മാതാവ് സഹായിച്ചതിനാലാണ് എനിക്ക് ഇത് പൂർത്തീകരിക്കാൻ സാധിച്ചത്. എൻ്റെ മകൻ എൻജിനീയറിങ് അവസാന വർഷമായിരുന്നു. അത് ഒരു സെമസ്റ്റർ പോലും ഒരു വിഷയത്തിനാണ് ആകെ ഒരു ബാക്ക്ലോഗ് ഉണ്ടായിരുന്നത്. അതും പൂർത്തീകരിച്ച് അവസാനത്തെ വർഷം മുഴുവൻ പാസ്സായി. അവനിപ്പോൾ ഒരു ജോലിയിലേക്കുള്ള കടക്കാനുള്ള എൻ്റെ ആദ്യത്തെ ഘട്ടങ്ങളിലേക്കാണ്. പിന്നെ രണ്ടാമത്തെ മോൻ ITI പാസ്സായി. അവൻ പഠനത്തിലും ഒരിത്തിരി പുറകിലായിരുന്നു. ഇപ്പോൾ സാക്ഷ്യം പറയാൻ അവൻ വരാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അവൻ വന്ന് ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയുന്നതായിരിക്കും. എന്താണെങ്കിലും രണ്ട് മക്കളും വന്ന് ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയുന്നതായിരിക്കും. ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് അനാഥാലയങ്ങളിൽ ഭക്ഷണം വിതരണം ചെയ്യുകയും ഞങ്ങൾ ഇവിടെ നിന്നുള്ള ഉടമ്പടി പത്രം എല്ലാ പള്ളികളിലും കൊണ്ടുപോയി വിതരണം ചെയ്യുകയും ചെയ്യാറുണ്ട്. ഞങ്ങളോട് ചോദിക്കുന്ന എല്ലാവരോടും ഞങ്ങൾ ഈ കൃപാസന മാതാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ അവരോട് പറയുകയും അവരോട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനും ഞങ്ങൾ പറയാറുണ്ട്. പിന്നെ എല്ലാ കുർബാനയും ഒരു ദിവസം പോലും ഞങ്ങൾ മുടക്കിയിട്ടില്ല. ഞങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥനയാണെങ്കിലും കുടുംബ പ്രാർത്ഥനയാണെങ്കിലും മക്കളായിട്ട് എല്ലാവരെയായിട്ട് തന്നെ ഇരുന്ന് ഒരു ദിവസം പോലും മുടങ്ങാതെ ഞങ്ങൾ ചൊല്ലാറുണ്ട്. കുമ്പസാരവും എല്ലാം മക്കളെയും കൊണ്ടുപോയി കുമ്പസാരിപ്പിച്ച് ഞങ്ങൾ ഈ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാ സന്തോഷത്തോടെയാണ് ഞങ്ങളിപ്പോൾ കഴിയുന്നത്. ഞങ്ങൾ രണ്ടുപേരും മുടങ്ങാതെ കുർബാനയിൽ പങ്കെടുക്കാൻ എല്ലാ ആഴ്ചയിലും ഞങ്ങൾ പള്ളിയിൽ പോകാൻ ശ്രമിക്കാറുണ്ട്. എല്ലാ വ്യാഴാഴ്ചകളിൽ ഞങ്ങൾ നൊവേനകളും കൂടാറുണ്ട്. പിന്നെ മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന മുടങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം. അത് മുടങ്ങിയാലാണ് നമ്മളുടെ കുടുംബത്തിൽ വരുന്ന ഐശ്വര്യങ്ങൾക്ക് തടസ്സമാവുന്നത്. ഇത് തുടർച്ചയായിട്ട് കുടുംബ പ്രാർത്ഥന മുടങ്ങാതിരുന്നാൽ തന്നെ നമുക്ക് വരാനുള്ള അനുഗ്രഹങ്ങളൊന്നും ഒരു തടസ്സമില്ലാതെ നമ്മുടെ കയ്യിലേക്ക് മാതാവ് എത്തിച്ചു തരും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇനിയും അങ്ങനെ ഇനിയിപ്പോൾ എന്താണെങ്കിലും മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിലേക്ക് തുടർന്നുകൊണ്ട് പോകാൻ തന്നെയാണ് ഞാനും എൻ്റെ ഭാര്യയും കുടുംബവും തീരുമാനിച്ചിരിക്കുന്നത്.